Hi, my dear students. Welcome to Math World Mathematics online classes. അപ്പോൾ നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്റർ പാരലൽ ലൈൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് നിൽക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രയാങ്കിൾ ഡിവിഷൻ അഥവാ ത്രികോണ ഭാഗം എന്ന പാർട്ടാണ് പഠിച്ചത്. അതിലൊരു 4 കാര്യങ്ങൾ പഠിച്ചു വെച്ചു. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുകയായിരുന്നു. ആ 4 പോയിന്റ്സ് ഏതൊക്കെയാണ് എന്നത് ഓടിച്ച് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ക്ലാസ് കൂടി ആവുമ്പോൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പൊ അത്രയും ചെറിയ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ 4 പോയിന്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്? ഒരു ട്രയാങ്കിൾ എടുക്കുന്നു. ഓക്കെ, പേര് കൊടുക്കാം എ ബി സി. ഓക്കെ, ബി സിക്ക് പാരലായിട്ട്, ബി സി എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, അത് ഇവിടെ പിയിലും ഇവിടെ ക്യൂയിലും മീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ പി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു, ഇവിടെ ക്യൂ എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എ പി ഈസ് ടു പി ബി equal to AQ is to QC. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? AP is to PB equal to AQ is to QC. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെയാണ് സെന്റൻസിൽ പറയുന്നത്? ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന രേഖ മറ്റ് 2 വശങ്ങളെ ഒരേ അനുപാതത്തിൽ, ഒരേ അംശബന്ധത്തിൽ മുറിക്കുന്നു. ഒരു ലൈൻ ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ആ വരയ്ക്കുന്ന ലൈൻ ബാക്കി 2 സൈഡ്സിനെയും സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് പോയിന്റ് പഠിച്ചത്. സെക്കൻഡ് പോയിന്റ് ഈ പറഞ്ഞതിന് തിരിച്ചുള്ളതാണ്. അതായത് എ പി ഈസ് ടു പി ബി ഈക്വൽ ടു എ ക്യു ഈസ് ടു ക്യു സി ആണെങ്കിൽ, വെറുതെ ഒരു ലൈൻ വരച്ചു പി ക്യു, അത് എ ബിയെയും എ സിയെയും ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോസ് സെയിം ആണെങ്കിൽ പി ക്യു എന്ന് പറയുന്ന ലൈൻ ബി സിക്ക് പാരലായിരിക്കും. 2 സൈഡുകളെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ലൈൻ തേർഡ് സൈഡിന് പാരലായിരിക്കും. 2 വശങ്ങളെ തുല്യ അംശബന്ധത്തിൽ മുറിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമായിരിക്കും. ഇനി നമ്മൾ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന ഫിഗറില് പിയും ക്യൂവും മിഡ് പോയിന്റ് ആണെന്ന് വിചാരിക്കുക, മധ്യബിന്ദു. എ ബിയുടെ മധ്യബിന്ദുവാണ് പി, എ സിയുടെ മധ്യബിന്ദുവാണ് ക്യൂ. അങ്ങനെയാണെങ്കിൽ പി ക്യൂവിന് 2 പ്രത്യേകതകൾ ഉണ്ടാവും. പി ക്യൂവിന്റെ ഒന്നാമത്തെ പ്രത്യേകത പി ക്യൂ ഈസ് പാരലൽ ടു ബി സി. പി ക്യൂ എന്ന് പറയുന്ന വര ബി സിക്ക് സമാന്തരമായിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത എന്താ? പി ക്യൂ ഈസ് ഹാഫ് ഓഫ് ബി സി. പി ക്യൂവിന്റെ നീളം ബി സിയുടെ പകുതിയായിരിക്കും. എപ്പോഴായി കണ്ടീഷൻ വരുന്നത്? പിയും ക്യൂവും മിഡ് പോയിന്റ് ആകുമ്പോ. ഓക്കെ, ഇനി നമ്മൾ അത് കഴിഞ്ഞ് പഠിച്ചത് എന്തായിരുന്നു? കൺസെപ്റ്റ് ഓഫ് മീഡിയൻ. ഓക്കെ, എന്താണ് നടുവര? ഓർക്കുന്നുണ്ടല്ലോ, എന്താണ് നടുവര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ത്രികോണത്തിലെ ഒരു വശത്തിൽ നിന്ന്, ഒരു മൂലയിൽ നിന്ന്, ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈൻ, ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈനെ നമ്മൾ എന്തെന്ന് പറയുന്നു? മീഡിയൻ അഥവാ നടുവര. അപ്പൊ ഒരു ത്രികോണത്തിൽ നമുക്ക് 3 മീഡിയൻ വരയ്ക്കാൻ പറ്റും. ഈ 3 മീഡിയനും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. നടുവരകൾ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ആ പോയിന്റ് വിളിക്കുന്ന പേരെന്തായിരുന്നു? സെൻട്രോയിഡ്. പോയിന്റ് എന്താണ് വിളിക്കുന്നത്? സെൻട്രോയിഡ്. ഈ സെൻട്രോയിഡിന്റെ പ്രത്യേകത എന്താണ്? അത് മീഡിയനെ, നടുവരയെ 2:1 എന്ന അംശബന്ധത്തിൽ മുറിക്കുന്നു. 2:1 എന്ന അംശബന്ധത്തിൽ മുറിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ട്രയാങ്കിൾ ഡിവിഷൻ അല്ലെങ്കിൽ ത്രികോണ ഭാഗം എന്ന് പറയുന്ന ഹെഡിങ്ങിൽ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ ബാലൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. Draw a right triangle and the perpendicular from the midpoint of the hypotenuse
to the base. Prove that this perpendicular is half the perpendicular side of the large triangle. Prove that perpendicular bisects the bottom side of the larger triangle. Prove that in the large triangle, the distance from the midpoint of the hypotenuse to all the vertices are equal. Prove that the circumcenter of a right triangle is the midpoint of its hypotenuse. ഒരു മട്ടത്രികോണം വരച്ച് കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് പാദത്തിലേക്ക് ലംബം വരയ്ക്കുക. ഈ ലംബം വലിയ ത്രികോണത്തിന്റെ ലംബവശത്തിന്റെ പകുതിയാണെന്ന് തെളിയിക്കുക. ഈ ലംബം വലിയ ത്രികോണത്തിന്റെ താഴത്തെ വശത്തെ സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കുക. വലിയ ത്രികോണത്തിന്റെ കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് 3 മൂലകളിലേക്കുമുള്ള അകലം തുല്യമാണെന്ന് തെളിയിക്കുക. ഒരു മട്ടത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രം കർണത്തിന്റെ മധ്യബിന്ദുവാണെന്ന് തെളിയിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യനില് എന്ത് പറഞ്ഞിരിക്കുകയാണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. ABC എന്ന് ഞാൻ പേര് കൊടുത്തു. അതില് AC എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ കർണമാണ്. കർണത്തിന്റെ മിഡ് പോയിന്റിൽ നിന്ന്, ഹൈപ്പോട്ടിന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്ന് നേരെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ താഴോട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഞാനിവിടെ MN എന്ന് കാണിച്ചിരിക്കുന്നത്. ഇത് ബേസ് ചെയ്തുകൊണ്ട് 4 ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ലൈന്റെ ഹാഫ് ആണ് ചെറിയ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പ്രൂവ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ MN എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചേക്കുന്നുണ്ടോ, അത് BCയുടെ പകുതിയാണെന്ന് പ്രൂവ് ചെയ്യാം. അത് BCയുടെ പകുതിയാണെന്ന് പ്രൂവ് ചെയ്യാം. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ചെയ്യണം. എന്ത് പ്രൂവ് ചെയ്യണം? BCയുടെ പകുതിയാണ് MN. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, M എന്ന് പറയുന്ന പോയിന്റ് കണ്ടോ, അതിൽ കൂടി ഈ വരച്ചിരിക്കുന്ന M എന്ന പോയിന്റിൽ കൂടി നേരെ ഒരു ലൈൻ വരയ്ക്കുന്നു. അത് BCയില് P എന്ന പോയിന്റിൽ മീറ്റ് ചെയ്തു. ഓക്കെ, ഈ വരച്ച ലൈൻ NP EMP, ആ ലൈൻ എന്തിന് പാരലാണ്? ABക്ക് പാരലാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് ചെയ്തത്? ABക്ക് പാരലായിട്ട് എമ്മിൽ കൂടി ഒരു ലൈൻ വരച്ചു. എവിടെ നിന്ന് മീറ്റ് ചെയ്തു? BCയില് P എന്ന പോയിന്റിൽ മീറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ആദ്യം പറയുന്ന കേസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 ലൈനും പാരലാണ്. ഓക്കെ, ഇത് 90 ഡിഗ്രി ആകുമ്പോ ഈ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 90. അത് 90 ആണെങ്കിൽ ഇത് 90. അതുപോലെ ഇത് 90 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ഇത് 90, ഇതും എന്തായിരിക്കും? 90. എല്ലാ ആംഗിളും എത്ര ഡിഗ്രി ആയി? 90 ഡിഗ്രി ആയി. എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? MNBP is a rectangle. MNBP എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? ഒരു റെക്ടാംഗിൾ ആയിട്ട് മാറുന്നു. ഓക്കെ, ഈ വരച്ചിരിക്കുന്ന MNBP എന്ന് പറയുന്ന ചതുർഭുജം എന്തായിട്ട് മാറി? ചതുരമായിട്ട് മാറി. അതുകൊണ്ട് നമുക്ക് ഇവിടെ 2 കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഒന്ന്, MP ഈക്വൽ ടു BN, അടുത്തത് MN ഈക്വൽ ടു BP. ഓക്കെ, MP ഈക്വൽ ടു BN എന്നും MN ഈക്വൽ ടു എന്തെന്നും എടുക്കാം? PB എന്നും എടുക്കാം. എന്തുകൊണ്ടാ? ഒരു ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ ആർ ഈക്വൽ. അപ്പൊ അത് വെച്ചുകൊണ്ട് ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയി, ഈ 2 സൈഡും ഈക്വൽ ആയി. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ 2 ട്രയാംഗിൾ എടുക്കാൻ പോവാ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഈക്വൽ ട്രയാംഗിൾ അഥവാ തുല്യ ത്രികോണങ്ങളുടെ കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 2 ട്രയാംഗിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഏതൊക്കെ ട്രയാംഗിൾ ആണെന്ന് നോക്കുക. ഒന്നാമത്തെ ട്രയാംഗിളിന്റെ പേര് AMN. ഒന്നാമത്തെ ത്രികോണത്തിന്റെ പേരെന്താണ്? AMN. രണ്ടാമത്തെ ത്രികോണത്തിന്റെ പേര് MPC. ഓക്കെ, 2 ത്രികോണങ്ങൾ എടുത്തു. ഒരു ത്രികോണത്തിന്റെ പേര് AMN,
അടുത്ത ത്രികോണത്തിന്റെ പേര് MPC. ഓക്കെ ആണല്ലോ. ഇനി AM ഈക്വൽ ടു, ഞാൻ എഴുതാണ് AM ഈക്വൽ ടു MC. ഈ രണ്ട് ത്രികോണങ്ങളിലും AM ഈക്വൽ ടു MC എന്നെടുക്കുന്നു. ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് M ഈസ് മിഡ് പോയിന്റ് ഓഫ് AC അല്ലെ, കർണത്തിന്റെ മധ്യബിന്ദുവാണ് M. അതുകൊണ്ട് നമ്മൾ റീസൺ ആയിട്ട് എന്തെന്ന് എഴുതുന്നുള്ളൂ, ഗീവൺ AM ഈക്വൽ ടു MC എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ദാ ഈ ഒരു ആംഗിൾ ഉണ്ടോ, നോക്കിക്കോളൂ. അതാ ഈ A എന്ന് പറയുന്നത് ഇവിടെ ഒരു ആംഗിൾ കിടക്കുന്നുണ്ടോ, ഈ ആംഗിൾ ഉണ്ടോ, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയത്? ഇത് ഏത് കോണുകളാണ്? ഈ കോണുകളുടെ പ്രത്യേകത എന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഈ രണ്ട് ലൈനും പാരലൽ ആകുമ്പോ ഈ രണ്ട് ആംഗിളും എന്ത് ആംഗിൾ ആയിട്ട് മാറുന്നു? കറസ്പോണ്ടിങ് ആംഗിൾ ആയിട്ട് മാറുന്നു. കറസ്പോണ്ടിങ് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഞാൻ എഴുതാണ്, ഈ ആംഗിളിന്റെ പേരെന്തെടുക്കാം? ആംഗിൾ MAN ഈക്വൽ ടു ആംഗിൾ CMP. ഓക്കെ, അതുപോലെ ദാ ഈ ഒരു ആംഗിൾ ഉണ്ടോ, ഇതും ഈ ആംഗിളും എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. റീസൺ എന്താ? ഈ രണ്ട് ലൈനും പാരലൽ ആണ്. MN ഉം BC യും പാരലൽ അല്ലേ, കാര്യം ഈ ആംഗിൾ 90, ഈ ആംഗിൾ 90. ഈ രണ്ട് ലൈനും പാരലൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും എന്ത് ആംഗിൾ തന്നെയാണ്? കറസ്പോണ്ടിങ് ആംഗിൾ തന്നെയാണ്. അപ്പോ ഈ ആംഗിളും ഇതും ഈക്വലായി, ഈ ആംഗിളും ദാ ഇതും ഈക്വൽ ആവുന്നു. ഇതിന്റെ പേരെന്തുവാ? ആംഗിൾ AMN ഈക്വൽ ടു, ഈ ആംഗിളിന്റെ പേരെന്തുവാ? ആംഗിൾ MCP. രണ്ടിന്റെയും റീസൺ സെയിം, കറസ്പോണ്ടിങ് ആംഗിൾ. ഓക്കെ, രണ്ടും എന്ത് ആംഗിൾ ആണ്? കറസ്പോണ്ടിങ് ആംഗിൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നോക്കാം. ഒരു സൈഡും അതിലെ എൻഡിലുള്ള ആംഗിളും ഈക്വലായി. ഒരു സൈഡും അതിലെ എൻഡിലുള്ള ആംഗിളും എന്തായിട്ട് മാറി? ഈക്വൽ ആയിട്ട് മാറി. അപ്പോ ഈ സൈഡും ഈക്വലായി, അതിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിള് ഈക്വൽ ആയിട്ട് മാറി. അങ്ങനെ ആവുകയാണെങ്കിൽ എന്താ പ്രത്യേകത? ദീസ് ടു ട്രയാംഗിൾ AMN കോൺഗ്രുവന്റ്, സർവസമം തുല്യമാണ് ട്രയാംഗിൾ MPC. ഈ രണ്ട് ത്രികോണങ്ങളും എന്ത് ത്രികോണങ്ങളായിട്ട് മാറുന്നു? തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാംഗിൾ. ഓക്കെ, എന്താ ഈക്വൽ ട്രയാംഗിളിന്റെ പ്രത്യേകത? സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾ ആർ ഈക്വൽ അല്ലെ, ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാം ഈക്വൽ ആയിട്ട് വരണം. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ പറയാം, ദാ ഈ ആംഗിൾ ഉണ്ടോ, അതിന് ഓപ്പോസിറ്റ് ആണ് MN. ഓക്കെ ആണല്ലോ. ഇതിന് ഓപ്പോസിറ്റ് ആണ് CP. അപ്പൊ ഈ രണ്ട് സൈഡും എന്തായിട്ട് മാറി? ഈക്വൽ ആയിട്ട് മാറി. ഈ ആംഗിളിന് ഓപ്പോസിറ്റ് MN, ഈ ആംഗിളിന് ഓപ്പോസിറ്റ് CP. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? MN ഈക്വൽ ടു CP. MN ഈക്വൽ ടു എന്താണ്? CP. ഇനി വെറുതെ ഞാൻ പറയണതാ, ഇതിന് ഞാൻ X എന്ന് കൊടുത്തു. ഈ ലെങ്ത് എന്തെന്നെടുത്തു? X ആണ്. ഈ ലെങ്ത് എന്തായിരിക്കും? X ആയിരിക്കും. ഇനി നമുക്കറിയാം ഈ കൊടുത്തിരിക്കുന്ന സാധനം ഒരു റെക്ടാംഗിൾ ആണ് അല്ലെ, ഒരു ചതുരം അല്ലേ, ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമല്ലേ. അപ്പൊ ഇത് X ആകുമ്പോ ഇതും എന്താവണം? X ആവണം. അങ്ങനെയാണെങ്കിൽ BC യുടെ നീളം എന്ത് വരും? ഇത് X, ഇത് X. അപ്പൊ BC എന്ന് പറയുമ്പോ 2X എന്ന് വരത്തില്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം, BC ഈക്വൽ ടു 2X. Therefore BC ഈക്വൽ ടു 2 into X എന്ന് പറഞ്ഞെടുത്തേക്കുന്നത് ഏതാണ്? MN. അപ്പൊ 2 എന്തെന്ന് എടുക്കാം? MN എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ MN ന്റെ വാല്യൂ എന്തായിരിക്കും? MN ഈക്വൽ ടു BC ബൈ 2. MN ന്റെ വാല്യൂ എന്തിന്റെ പകുതിയായിട്ട് മാറുന്നു? BC യുടെ പകുതിയായിട്ട് മാറുന്നു. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിച്ച് എങ്ങനെയാണ്? ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് തെളിയിച്ചു. തുല്യ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താ? തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമാണ്. അപ്പൊ ഈ രണ്ട് ട്രയാംഗിളും ഈക്വൽ ട്രയാംഗിളായി. ഈക്വൽ ട്രയാംഗിളിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്, ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും ഈക്വൽ ആണ്. അത് വെച്ചുകൊണ്ട് ഇത് X ആയപ്പോൾ ഈ രണ്ട് സൈഡും X ആയിട്ട് മാറി. അങ്ങനെ BC എന്ന് പറഞ്ഞാൽ എന്താ? X പ്ലസ് X 2X. Xന്റെ അടുത്ത് MN കൊടുത്തു. അപ്പൊ നമുക്ക് MN ഈക്വൽ ടു എന്തെന്ന് കിട്ടി? BC ബൈ 2. MN ന്റെ വാല്യൂ എന്തെന്ന് കിട്ടി? BC ബൈ 2. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം.
രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഇതിലെ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ഈ വരച്ചിരിക്കുന്ന MN എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ലൈൻ, ഓക്കെ, നമ്മൾ വരച്ചിരിക്കുന്ന MN എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ സൈഡ് ബേസിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ ABയെ MN എന്ത് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യുക? ബൈസെക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുത്തു. ആ രണ്ട് ട്രയാങ്കിളും എന്ത് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്? ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ നോക്കിക്കോണേ. ഇവിടുത്തെ കേസില് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയപ്പോ MN ഈക്വൽ ടു CP വെച്ച് ചെയ്തു. ഇനി ഈ ആംഗിളും ഈക്വൽ അല്ലേ? ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് AN ഈക്വൽ ടു ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് MP. അപ്പോ AN ഈക്വൽ ടു MP എന്ന് നമുക്ക് എടുത്തൂടെ? തൊട്ട് മുമ്പ് എടുത്തു. അതിന് പകരം രണ്ടാമത്തെ ആംഗിൾ നോക്കി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? AN ഈക്വൽ ടു MP. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നേരത്തെ അറിയാം MPയും BNും ഈക്വൽ ആണ്. കാര്യം ഇതൊരു ചതുരമല്ലേ, റെക്ടാംഗിൾ ആയതുകൊണ്ട് ഈ രണ്ട് ലെങ്തും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. AN ഈക്വൽ ടു MBക്ക് പകരം എന്ത് കൊടുക്കുന്നു? BN. അപ്പോ AN ഈക്വൽ ടു എന്തെന്ന് കിട്ടി? BN എന്ന് കിട്ടി. അതിന്റെ മീനിങ് എന്താ? N ഈസ് മിഡ് പോയിന്റ് ഓഫ് AB. N എന്ന് പറയുന്നത് ABയുടെ എന്തായിട്ട് മാറുന്നു? മധ്യബിന്ദുവായിട്ട് മാറുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ABയെ MN എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. AB എന്ന് പറയുന്ന വരയെ MN എന്ന് പറയുന്ന വര എന്ത് ചെയ്യുന്നു? ലംബമായിട്ട് കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുന്നു. ഓക്കെ, ഇപ്പൊ എത്ര പാർട്ടിന്റെ ആൻസർ ആയി? രണ്ട് പാർട്ടിന്റെ ആൻസർ ആയി. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും പാർട്ടിലോട്ട് പോവാം. മൂന്നാമത്തെ പാർട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോയിന്റ് കണ്ടോ, മധ്യബിന്ദു കണ്ടോ, അതിൽ നിന്ന് എയിലോട്ടും ബിയിലോട്ടും സിയിലോട്ടുമുള്ള അകലം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എമ്മിൽ നിന്ന് എല്ലാ മൂലകളിലേക്കുമുള്ള അകലങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഫിഗർ ചെറുതായിട്ടൊന്ന് മാറ്റി വരയ്ക്കണം. ഓക്കെ, അപ്പൊ ആദ്യം അതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ അല്ലെ. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഫിഗർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതില് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? എമ്മിൽ നിന്ന് എയിലോട്ടും എമ്മിൽ നിന്ന് ബിയിലോട്ടും എമ്മിൽ നിന്ന് സിയിലോട്ടുമുള്ള അകലങ്ങൾ തുല്യമാണ്. ഇവിടെ എമ്മിൽ നിന്ന് എയിലോട്ട് വരച്ചിട്ടുണ്ട്, ബിയിലോട്ട് വരച്ചിട്ടില്ല, സിയിലോട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എമ്മിൽ നിന്ന് എങ്ങോട്ട് വരയ്ക്കാം? ബിയിലോട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എം എന്ന് പറയുന്നത് AC-യുടെ മിഡ് പോയിന്റ് ആണ്. സോ എനിക്ക് എഴുതാം AM ഈക്വൽ ടു MC. എം എന്ന് പറയുന്നത് AB-യുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് എനിക്ക് എന്ത് എഴുതാം? AM ഈക്വൽ ടു MC. അപ്പോ എം ഇന്ന് എയിലോട്ടും സിയിലോട്ടുമുള്ള അകലം തുല്യമാണെന്ന് തെളിയിച്ചു. ഇനി ബിയിലോട്ടുള്ളതും കൂടെ തെളിയിക്കണം. അതിന് ഞാൻ രണ്ട് ട്രയാങ്കിൾ എടുക്കണം. നോക്കിക്കോണേ. ട്രയാങ്കിൾ AMN, ട്രയാങ്കിൾ BMN. ഈ രണ്ട് ട്രയാങ്കിളും എടുത്തു. ഈ ട്രയാങ്കിളില് AN ഈക്വൽ ടു BN ആണ് അല്ലെ. നമ്മൾ തൊട്ട് മുമ്പേ തെളിയിച്ചു ഈ ലെങ്തും ഈക്വൽ ആണ്. അത് തെളിയിച്ചതാണ്. അപ്പൊ പ്രൂവ്ഡ് എന്ന് ബ്രാക്കറ്റ് കൊടുക്കാം. ഓക്കെ, തൊട്ട് മുമ്പേ നമ്മൾ തെളിയിച്ചതാണ് AB-യുടെ മിഡ് പോയിന്റ് ആണ് N, അതുകൊണ്ട് AN ഈക്വൽ ടു BN എന്ന് എഴുതാം. ഇനി MN എന്ന് പറയുന്ന ലൈനിന്റെ പ്രത്യേകത നോക്കി. കോമൺ അല്ലേ, നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് ട്രയാങ്കിളിലും വരുന്ന ഒരു സൈഡാണ് എന്തെന്ന് പറയുന്നത്? MN. സോ MN ഈക്വൽ ടു MN എന്ത് സൈഡായിട്ട് മാറി? കോമൺ സൈഡായിട്ട് മാറി. ഇനി ആംഗിൾ ANM ഈക്വൽ ടു ആംഗിൾ BNM ഈക്വൽ ടു എത്ര ഡിഗ്രിയാടാ? 90 ഡിഗ്രിയാ. ഈ ആംഗിളും 90 ഡിഗ്രി അല്ലേ. ഇപ്പൊ എന്ത് കിട്ടി? രണ്ട് സൈഡും ഒരാംഗിളും അതിന് ഇടയ്ക്കുള്ള ആംഗിളും ഈക്വൽ ആയി. ടു സൈഡ്സും
ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആയിട്ട് മാറി. therefore നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. എന്താ തുല്യ ത്രികോണങ്ങളുടെ പ്രത്യേകത? തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യം. ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഈക്വൽ ആണ്. ഈ 90ക്ക് ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നേ? AM. ഈ 90ക്ക് ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നേ? BM. അപ്പോ AM ഈക്വൽ ടു എന്തെന്ന് കിട്ടി? BM. ഇവിടെ നമുക്ക് കിട്ടി AM ഈക്വൽ ടു MC. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? AM ഈക്വൽ ടു BM ഈക്വൽ ടു MC യെ തിരിച്ചിടുന്നു CM. അപ്പോ AM ഉം BM ഉം CM ഉം എന്തായിട്ട് മാറി? ഈക്വൽ ആയിട്ട് മാറി. ഇതിന്റെ മീനിങ് എന്താ? എമ്മിൽ നിന്ന് എയിലോട്ടും ബിയിലോട്ടും സിയിലോട്ടുമുള്ള അകലങ്ങൾ തുല്യമാണ്. ഓക്കെ, ഇപ്പോ ഏത് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി? തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മളൊരു റൈറ്റ് ട്രയാങ്കിളിന്റെ എന്ത് വരയ്ക്കുമ്പോൾ? സർക്കം സർക്കിൾ വരയ്ക്കുമ്പോൾ. ഓക്കെ, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ എന്ത് വരയ്ക്കുന്നു? സർക്കം സർക്കിൾ. എന്താണ് സർക്കം സർക്കിൾ എന്ന് ചോദിച്ചാൽ എയിൽ കൂടിയും ബിയിൽ കൂടിയും സിയിൽ കൂടിയും 3 വെർട്ടെക്സിൽ കൂടിയും ഈ 3 മൂലകളിൽ കൂടി കടന്നു പോകുന്ന ഒരു വൃത്തം വരച്ചാൽ ആ വൃത്തത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സർക്കം സർക്കിൾ. ഒരു ട്രയാങ്കിളിന്റെ 3 മൂലകളിൽ കൂടി കടന്നു പോകുന്ന വൃത്തം. ഓക്കെ, ഒരു ട്രയാങ്കിളിന്റെ 3 മൂലകൾ, ഒന്നാമത്തെ മൂല, രണ്ടാമത്തത്, മൂന്നാമത്തെ. അപ്പൊ 3 വെർട്ടെക്സിൽ കൂടി കടന്നു പോകുന്ന സർക്കിൾ, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സർക്കം സർക്കിൾ എന്ന് വിളിക്കുന്നത്. ആ സർക്കം സർക്കിളിന്റെ, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ, മലയാളം മീഡിയാനെ പരിവൃത്തം എന്ന് പറയാം കേട്ടോ. ഒരു മട്ടത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രം. വൃത്തം വരയ്ക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ആരവും വേണം, റേഡിയസും വേണം, സെന്റർ കേന്ദ്രവും വേണം. ഓക്കെ, ആ കേന്ദ്രം, അതിന് നമ്മൾ സർക്കം സെന്റർ അല്ലെങ്കിൽ പരിവൃത്ത കേന്ദ്രം എന്ന് പറയും. ആ പോയിന്റ് ആണ് എം എന്ന് പ്രൂവ് ചെയ്യുക. എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ്, കർണത്തിന്റെ മധ്യബിന്ദുവാണ് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ, മട്ടത്രികോണത്തിന്റെ സർക്കം സെന്റർ, പരിവൃത്ത കേന്ദ്രം എന്ന് തെളിയിക്കുക. സിമ്പിൾ ആണ്. നിങ്ങൾ കോമ്പസ് എടുത്ത് എമ്മിൽ വെക്കുക, എ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. കോമ്പസ് എടുത്ത് എമ്മിൽ വെച്ചു, എ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു, നേരെ ഒരു സർക്കിൾ വരച്ചു. അത് ബി ടച്ച് ചെയ്യൂ, അതുപോലെ സിയിൽ ടച്ച് ചെയ്യൂ, ടച്ച് ചെയ്യും. എന്തുകൊണ്ടാ? നമ്മൾ തെളിയിച്ചു എ എമ്മും ബി എമ്മും സി എമ്മും ഈക്വൽ ആണ്. അപ്പോ എ എം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്ത് എമ്മിൽ വെച്ചുകൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ അത് ബിയിലും സിയിലും ടച്ച് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ അത് ഏത് സർക്കിൾ ആയിട്ട് മാറി? സർക്കം സർക്കിൾ ആയിട്ട് മാറി. നമ്മൾ എങ്ങനെയാ സർക്കം സർക്കിൾ വരച്ചത്? എമ്മിൽ വെച്ചുകൊണ്ട്. അപ്പൊ എം എന്തായിട്ട് മാറും? സർക്കം സർക്കിൾ സെന്റർ പരിവൃത്ത കേന്ദ്രമായിട്ട് എന്ത് മാറുന്നു? എം മാറുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ 4 ക്വസ്റ്റ്യൻസുമാണ് നമുക്കിതിൽ, 4 പാർട്ടാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഇൻ ദി പിക്ചർ ബിലോ 2 vertices of a parallelogram are joined to the midpoint of 2 sides. Prove that these lines divide the diagonal in the picture into 3 equal parts. ചുവടെയുള്ള ചിത്രത്തിൽ ഒരു സാമാന്തരികത്തിന്റെ 2 മൂലകളെ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കളുമായി യോജിപ്പിച്ചിരിക്കുന്നു. ഈ വരകൾ ചിത്രത്തിലെ വികർണത്തെ 3 സമഭാഗങ്ങളാക്കുന്നു എന്ന് തെളിയിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടല്ലോ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നേ? ഒരു പാരലോഗ്രാം എടുക്കുന്നു, പേര് ഞാൻ ABCD എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ നിന്ന്, ഇപ്പൊ AB-യുടെ മിഡ് പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് ഡിയിലോട്ട് ഒരു ലൈൻ വരച്ചു. അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് DC-യുടെ മിഡ് പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരച്ചു. ഓക്കെ ആണല്ലോ? ഇങ്ങനെ 2 ലൈൻ വരച്ചത് AC എന്ന് പറയുന്ന ഡയഗണലിനെ, ഈ വരച്ചിരിക്കുന്ന 2 വരകൾ AC എന്ന് പറയുന്ന ഡയഗണലിനെ 3 ഈക്വൽ പാർട്ടാക്കും എന്ന് തെളിയിക്കുക. AC എന്ന വികരണത്തെ 3 തുല്യ ഭാഗങ്ങൾ ആക്കുന്നു എന്ന് തെളിയിക്കുക. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ആദ്യം ഞാനങ്ങ് പറയാം. അപ്പൊ അത് പറയണമെന്നുണ്ടെങ്കിൽ ഈ 2 ലൈനും പാരലൽ ലൈൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണം.
ഈ രണ്ട് ലൈനും ഏതൊക്കെ ലൈനാണ്? പി ഡി പാരലൽ ടു എന്തെന്ന് പ്രൂവ് ചെയ്യണം? ബി ക്യു എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, പാരലൽ അല്ല, പാരലൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, അത് പാരലൽ ആണ് എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. സോ നമ്മുടെ ഫസ്റ്റ് എയിം എന്താണ്? ഈ രണ്ട് ലൈനും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അത് രണ്ടും പാരലൽ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ ബാക്കി പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്? ഒന്നുമില്ല, എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു പാരലോഗ്രാം ആണ്. അപ്പോ എ ബി പാരലൽ ടു സി ഡി ആയിരിക്കത്തില്ലേ? എ ബി എന്ന് പറയുന്ന സൈഡും സി ഡി എന്ന് പറയുന്ന സൈഡും പാരലൽ ആയിരിക്കത്തില്ലേ? എ ബിയുടെ ഒരു പാർട്ടാണ് പി ബി. ഓക്കെ, സി ഡിയുടെ ഒരു പാർട്ടാണ് ഡി ക്യു. ഈ രണ്ട് ലൈൻ മൊത്തത്തിൽ പാരലൽ ആണെങ്കിൽ അതിന്റെ പാർട്ടും എന്ത് തന്നെ ആയിരിക്കും? പാരലൽ ആയിരിക്കത്തില്ലേ? അതായത് എ ബി പാരലൽ ടു സി ഡി ആണെങ്കിൽ എ ബിയുടെ ഒരു പാർട്ടായ പി ബിയും അതുപോലെ സി ഡിയുടെ ഒരു പാർട്ടായ ഡി ക്യുവും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഒരു കണ്ടീഷൻ. ഇനി പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ എ ബി ഈക്വൽ ടു എന്തെന്നും എടുക്കാം? സി ഡി എന്നും എടുക്കാം. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. സോ എ ബി ഈക്വൽ ടു എന്താണ്? സി ഡി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ സൈഡില് എ ബിയുടെ പകുതി എടുക്കുന്നു. വില മാറാതിരിക്കാൻ സി ഡിയുടെയും എന്ത് ചെയ്യുക? പകുതി എടുക്കുക. എ ബിയുടെയും സി ഡിയുടെയും പകുതി എടുക്കുന്നു. എ ബിയുടെ മിഡ് പോയിന്റ് അല്ലേ പി? അങ്ങനെയാണെങ്കിൽ എ ബിയുടെ പകുതി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എ പി ആയിരിക്കും, അല്ലെങ്കിൽ പി ബി ആയിരിക്കും. അപ്പൊ എ ബി ബൈ ടുവിന്റെ സ്ഥാനത്ത് ഞാൻ പി ബി എന്ന് എഴുതി. അതുപോലെ സി ഡിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ. അങ്ങനെയാണെങ്കിൽ സി ഡിയുടെ പകുതി ഒന്നെങ്കിൽ സി ക്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഡി ക്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ സൈഡും പാരലൽ ആണ്. ഈ രണ്ട് സൈഡും എന്തുമാണ്? ഈക്വലുമാണ്. അങ്ങനെയാണെങ്കിൽ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഒരുമിച്ച് പറയാം, വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവുമാണ്, സമാന്തരവുമാണ്. അങ്ങനെയാണെങ്കിൽ ദാ ഈ പേര് നോക്കിക്കോണേ, പി ബി ക്യു ഡി കാണുന്നുണ്ടോ? പി ബി ക്യു ഡി, പി ബി ക്യു ഡി. ഒരു ക്വാഡ്രിലാറ്ററൽ കാണുന്നുണ്ടല്ലോ, ഒരു ചതുർഭുജം. അത് എന്തായിരിക്കും? ഈസ് എ പാരലലോഗ്രാം. ഈസ് എ പാരലോഗ്രാം. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു പാരലോഗ്രാം അഥവാ സാമാന്തരികമാണ്. സാമാന്തരികത്തിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. therefore നമുക്ക് എന്ത് പറയാം? പി ഡി പാരലൽ ടു ബി ക്യു. പി ഡിയും ബി ക്യുവും എന്ത് ലൈൻസ് ആണ്? പാരലൽ ലൈൻസ് ആണ്. പി ഡി പാരലൽ ടു ബി ക്യു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. ദാ ഈ ലൈനും എന്ത് ലൈൻസ് ആണ്? പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന രണ്ട് ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പോ പി ഡി പാരലൽ ടു ബി ക്യു എന്ന് ഞാൻ പ്രൂവ് ചെയ്തു. ഇനി ഞാൻ എടുക്കുന്ന രണ്ട് ട്രയാങ്കിൾ നോക്കിക്കോണേ. ഫസ്റ്റ് ട്രയാങ്കിൾ പി ബി എ ബി വൈ. ഞാൻ ആദ്യം ഒരു ത്രികോണം എടുത്തു. ത്രികോണത്തിന്റെ പേരെന്താണ്? എ ബി വൈ. ഈ രണ്ട് സൈഡും പാരലൽ ആണെങ്കിൽ പി എക്സ് പാരലൽ ടു ബി വൈ എന്നെടുത്തൂടെ? പി എക്സും ബി വൈയും പാരലൽ ആണ്. അതുപോലെ പി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. ശരിയല്ലേ? പി എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ആണ്. പി ഈസ് മിഡ് പോയിന്റ് ഓഫ് എ ബി. അത് ക്വസ്റ്റ്യന് തന്നേക്കുന്നില്ല. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് പി എന്ന് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് പറയാം? എക്സ് ഈസ് മിഡ് പോയിന്റ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ പോയിന്റ് ഉണ്ടോ? ഈ എക്സ് എന്ന് പറയുന്നത് എ വൈയുടെ എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. പി മിഡ് പോയിന്റ് ആണ്. ഈ രണ്ട് ലൈനും പാരലൽ ആണെങ്കിൽ എക്സ് എ വൈയുടെ എന്താവണം? മിഡ് പോയിന്റ് ആവണം. therefore എന്ത് പറയാം? എ എക്സ് ഈക്വൽ ടു എക്സ് വൈ. ഈ പോയിന്റ് മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ ലെങ്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ട്രയാങ്കിൾ എടുക്കാൻ പോവാണേ. ട്രയാങ്കിൾ സി എക്സ് ഡി. സി എക്സ് ഡി ഈ ഒരു ട്രയാങ്കിൾ എടുത്തു. അതില് ക്യു വൈ എന്ന് പറയുന്ന ലെങ്ത് കണ്ടോ? ദാ ഈ ലെങ്ത്. അതും ഡി എക്സും ഈ ലെങ്തും എന്താണ്? പാരലൽ ആണ്. ഈ രണ്ട് ലെങ്തും പാരലൽ അല്ലേ? അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ക്യു ഈസ് മിഡ് പോയിന്റ് ഓഫ് ഏതിന്റെ മിഡ് പോയിന്റ് ക്യു എന്ന് പറയുന്നത്? സി ഡി. ഓക്കെ,
ഇത് മിഡ് പോയിന്റ് ആണ്, ഈ രണ്ട് ലൈനും പാരലൽ ആണ്. അപ്പൊ ഈ പോയിന്റും എന്തായിട്ട് മാറും? മിഡ് പോയിന്റ് ആയിട്ട് മാറും. അപ്പൊ എന്ത് പറയാം? y ഈസ് മിഡ് പോയിന്റ് ഓഫ് cx ന്റെ മിഡ് പോയിന്റ് ആണ് y. അപ്പൊ നമുക്ക് എഴുതാം xy ഈക്വൽ ടു cy. എത്രാമത്തെ ഇക്വേഷൻ? രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ ആദ്യം തെളിയിച്ചു ഇതും ഇതും ഈക്വൽ ആണ്, ഇപ്പൊ തെളിയിച്ചു ഇതും ഇതും ഈക്വൽ ആണ്. therefore നമുക്ക് എന്ത് എഴുതാം? ax ഈക്വൽ ടു xy ഈക്വൽ ടു yc. അപ്പൊ ഈ ലെങ്തും ഈ ലെങ്തും ഈ ലെങ്തും എന്തായിട്ട് മാറി? ഈക്വൽ ആയിട്ട് മാറി. അപ്പൊ അത് 3 ഈക്വൽ പാർട്ടായിട്ട് കട്ടായി എന്ന് നമുക്ക് പറഞ്ഞൂടെ? ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഈ രണ്ട് വരകളും സമാന്തരമാണെന്ന് തെളിയിച്ചു. ദാ ഈ വരയും ഈ വരയും. എന്നിട്ട് ABY എന്ന് പറയുന്ന ത്രികോണം എടുത്തു. അതിൽ P മിഡ് പോയിന്റ് മധ്യബിന്ദുവാണ്. ഈ രണ്ട് വരകൾ സമാന്തരമാണ്. അപ്പൊ ഇത് മധ്യബിന്ദു ആണെങ്കിൽ എക്സും എന്തായിട്ട് മാറും? മധ്യബിന്ദു. അപ്പൊ AX ഈക്വൽ ടു XY എന്ന് എടുത്തു. ഇനി ഞാൻ CXD എന്ന് പറയുന്ന ത്രികോണം എടുത്തു. അതില് ഈ രണ്ട് സൈഡ് എന്താണ്? സമാന്തരമാണ് അല്ലെ? ഈ രണ്ട് വരകൾ പാരലലാണ്, സമാന്തരമാണ്. ഇനി Q എന്ന് പറയുന്നത് എന്ത് പോയിന്റ് ആണ്? മധ്യബിന്ദുവാണ്. അങ്ങനെയാണെങ്കിൽ വൈയും എന്തായിട്ട് മാറും? മധ്യബിന്ദുവായിട്ട് മാറും. y മധ്യബിന്ദു ആണെങ്കിൽ XY ഈക്വൽ ടു എന്തായിട്ട് മാറും? YC ആയിട്ട് മാറും. അപ്പൊ ഇതും ഇതും ഈക്വൽ ആണ്, ഇതും ഇതും ഈക്വൽ ആണ്. അപ്പൊ ഈ 3 ലെങ്തും ഈക്വൽ ആയിരിക്കത്തില്ലേ? അപ്പൊ ഈ 3 ലൈനും ഈക്വൽ ആയിട്ട് കട്ടായി. മനസ്സിലായല്ലോ? AC എന്ന് പറയുന്ന വര എത്ര ഈക്വൽ പാർട്ടായിട്ട് കട്ടായി? 3 ഈക്വൽ പാർട്ടായിട്ട് കട്ടായി. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ബാലൻസ് ഉണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. പ്രൂവ് ദാറ്റ് ദ ക്വാഡ്രിലാറ്ററൽ formed by joining the midpoint of the sides of a quadrilateral is a parallelogram. What if the original quadrilateral is a rectangle? What if it is a rhombus? ഒരു ചതുർഭുജത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചതുർഭുജം സാമാന്തരികം ആയിരിക്കുമെന്ന് തെളിയിക്കുക. ആദ്യത്തെ ചതുർഭുജം ചതുരമായാലോ സമഭുജ സാമാന്തരികമായാലോ? ഇതാണ് നമുക്ക് ചെയ്യാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഫിഗർ മാത്രം ജസ്റ്റ് റഫായിട്ട് ഫിഗർ വരച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്വാഡ്രിലാറ്ററൽ എടുക്കുക, 4 വശങ്ങളുള്ള ഒരു ഫിഗർ എടുക്കുക. ഇപ്പൊ എടുത്തു ABCD. ഇതിനെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ട് മറ്റൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക. ഈ വരച്ചിരിക്കുന്ന ക്വാഡ്രിലാറ്ററിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ട് മറ്റൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക. ആ വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം ആണെന്ന് തെളിയിക്കുക. ഒരു ചതുർഭുജം എടുക്കുക, അതിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് മറ്റൊരു ചതുർഭുജം വരയ്ക്കുക. ആ ചതുർഭുജം സാമാന്തരികമാണ് എന്ന് തെളിയിക്കുക. എന്താ സാമാന്തരികത്തിന്റെ പ്രത്യേകത? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്ത അതേ കണ്ടീഷൻ. 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവുമാണ് സമാന്തരവുമാണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് തെളിയിക്കാം. അപ്പൊ തെളിയിക്കാൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? എല്ലാ വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോ ABയുടെ മധ്യബിന്ദു ഞാൻ P എന്ന് കൊടുത്തു, BCയുടെ മധ്യബിന്ദു Q എന്ന് കൊടുത്തു, CDയുടേത് R എന്ന് കൊടുത്തു, ADയുടേത് S എന്ന് കൊടുത്തു. എല്ലാ മധ്യബിന്ദുക്കളും അടയാളപ്പെടുത്തി. എന്നിട്ട് ഇവയെല്ലാം കൂടെ യോജിപ്പിക്കുകയാണ്. Pയിൽ നിന്ന് Qയിലോട്ട് വരച്ചു, Qയിൽ നിന്ന് Rലോട്ട് വരച്ചു, Rൽ നിന്ന് Sലോട്ട് വരച്ചു, Sൽ നിന്ന് Pയിലോട്ട് വരച്ചു. അപ്പൊ നമുക്ക് പുതിയ ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയില്ലേ? ഇത് പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അതിന് ഞാൻ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ AC എന്ന് പറയുന്ന ഡയഗണൽ കൂടി വരയ്ക്കുന്നു. ഓക്കെ, എന്ത് ചെയ്തു? AC എന്ന് പറയുന്ന ഡയഗണൽ വരച്ചു. ഇനി ഞാൻ ഓരോ കൺസെപ്റ്റുകളായിട്ട് പറയാൻ പോവാണ്. ഇവിടെ 2 ട്രയാങ്കിൾ ഞാൻ എടുക്കാൻ പോവാ. ഒന്നാമത്തെ ട്രയാങ്കിളുടെ പേര് ACD. ഓക്കെ, ഒന്നാമത്തെ ട്രയാങ്കിളുടെ പേരെന്താണ്? ACD. അതില് S എന്ന് പറഞ്ഞാൽ എന്താ? ADയുടെ മിഡ് പോയിന്റ് ആണ്. അതുപോലെ R എന്ന് പറഞ്ഞാൽ എന്താ? CDയുടെ മിഡ് പോയിന്റ് ആണ്. ശരിയല്ലേ? ADയുടെ മിഡ് പോയിന്റ് ആണ് S, CDയുടെ മിഡ് പോയിന്റ് ആണ് R. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത ലൈൻ അല്ലേ SR? ഈ SRന്റെ പ്രത്യേകത എന്തായിരിക്കും? 2 സൈഡിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻ തേർഡ് സൈഡിന് പാരലുമായിരിക്കും, തേർഡ് സൈഡിന്റെ പകുതിയുമായിരിക്കും. അപ്പൊ ഇവിടുത്തെ കേസിൽ ആ ലൈൻ ഏതാണ്? SR. പാരലൽ ടു എന്തെന്നെടുക്കാം? AC. അതുപോലെ SR ഈക്വൽ ടു എന്തെന്നെടുക്കാം?
AC/2. അപ്പൊ ഞാൻ AC വരച്ചപ്പോ നമ്മൾ വരച്ച ക്വാഡ്രിലാറ്ററൽ രണ്ട് പാർട്ടായിട്ട് മാറി. അതിൽ ഒന്നാമത്തെ ഡയഗണൽ വരച്ചപ്പോ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് മാറി. അതിൽ ഒന്നാമത്തെ ട്രയാങ്കിൾ എടുത്തു ACD. അതിൽ എസും ആറും മിഡ് പോയിന്റ് ആണ്. സോ അത് ജോയിൻ ചെയ്യുന്ന ലൈൻ ACയുടെ പകുതിയുമായിരിക്കും, ACക്ക് പാരലുമായിരിക്കും. ഇതുപോലെ ട്രയാങ്കിൾ ABC എടുത്തു നോക്കി. P ABയുടെ മിഡ് പോയിന്റ് ആണ്, Q BCയുടെ മിഡ് പോയിന്റ് ആണ്. ABയുടെ മധ്യബിന്ദുവാണ് P, BCയുടെ മധ്യബിന്ദുവാണ് Q. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ലൈൻ PQ ഈസ് പാരലൽ ടു AC. അത് ജോയിൻ ചെയ്യുന്ന ലൈൻ തേർഡ് സൈഡിന് പാരലുമാണ്. അതുപോലെ PQ എന്തിന്റെ പകുതിയുമായിരിക്കും? ACയുടെ പകുതിയുമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കേസസ് സെപ്പറേറ്റ് എഴുതി നോക്കി. ഇനി ഒന്നാമത്തെ കേസിൽ എന്താ മനസ്സിലായത്? SR ACക്ക് പാരലാണ്. രണ്ടാമത്തെ കേസിൽ എന്താണ് കിട്ടിയത്? PQ പാരലൽ ടു AC. അപ്പോ SRഉം PQവും ACക്ക് പാരലാണ്. ഒരു ലൈന് പാരലായിട്ടാണ് SRഉം PQവും വരച്ചിരിക്കുന്നത്. സോ നമുക്ക് എഴുതാം SR ഈസ് പാരലൽ ടു PQ. ഓക്കെ, ഇത് രണ്ടിന്നും SR പാരലാണ് എടുത്തു. ഇനി SR എന്ന് പറഞ്ഞാൽ ACയുടെ പകുതിയാണ്, PQ എന്ന് പറഞ്ഞാൽ എന്താ? ACയുടെ പകുതി. അപ്പൊ രണ്ടും ACയുടെ പകുതിയല്ലേ? അപ്പൊ നമുക്ക് എന്തെടുക്കാം? SR ഈക്വൽ ടു PQ. അപ്പൊ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ PQRS നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് അല്ലെ? ഈ ഓപ്പോസിറ്റ് സൈഡിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ പാരലൽ ആൻഡ് ദേ ആർ ഈക്വൽ. അപ്പൊ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലുമായി, അതുപോലെ ഈക്വലുമായി. പാരലും ഈക്വലും ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? പാരലോഗ്രാം ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് എ പാരലോഗ്രാം. ഈ കൊടുത്തിരിക്കുന്ന സംഭവം എന്തായിട്ട് മാറുന്നു? പാരലോഗ്രാം ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഒരു പാർട്ട് കഴിഞ്ഞു. അതിന്റെ അകത്ത് സിമ്പിൾ ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമ്മളൊരു ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ പറഞ്ഞില്ലേ? അത് റെക്ടാംഗിൾ ആണെങ്കിൽ അതിനകത്ത് എന്ത് കിട്ടും? ഓക്കെ, അതുപോലെ നമ്മൾ വരയ്ക്കുന്നത് ഒരു റോംബസ് സമഭുജ സാമാന്തരികമാണെങ്കിൽ അതിന്റെ അകത്ത് എന്താണ് കിട്ടുന്നത്? അപ്പോ നമുക്ക് ആ ഒരു പാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു റെക്ടാംഗിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, റെക്ടാംഗിളിന്റെ പേര് ABCD എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ABയുടെ മിഡ് പോയിന്റ് എടുക്കുന്നു. ഓക്കെ, എന്തെന്ന് എടുത്തു? P. BCയുടെ മിഡ് പോയിന്റ് എടുക്കുന്നു Q. CDയുടെ മിഡ് പോയിന്റ് എടുക്കുന്നു R. ADയുടെ മിഡ് പോയിന്റ് എടുക്കുന്നു S. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ മൂന്ന് സൈഡും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാ? ഇത്ര ആലോചിക്കുക. ഈ ലെങ്ത് X ആണെന്ന് വിചാരിക്കുക, വെറുതെ പറയാം. അപ്പൊ ഈ ലെങ്തും X ആയിരിക്കും, ഇത് X ആയിരിക്കും, ഇതും X ആയിരിക്കും. കാര്യം മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇത് X ആകുമ്പോൾ ഇത് X, ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ ആയിട്ട് വരും. ഇത് Y എന്ന് എടുക്കുന്നു, ഇത് ഇപ്പൊ Y ആകും. ഈ ലെങ്തും Y, ഈ ലെങ്തും Y. അപ്പൊ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇത് 90 ആണ്, ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോ കിട്ടുന്ന ഇവിടുത്തെ ലെങ്ത് കണ്ടുപിടിച്ചൂടെ? എന്ത് കിട്ടും? റൂട്ട് ഓഫ് x² പ്ലസ് y². ഇതും റൂട്ട് x² പ്ലസ് y² ആയിരിക്കത്തില്ലേ? ഇതും റൂട്ട് x² പ്ലസ് y² ആയിരിക്കത്തില്ലേ? ഇതും അത് തന്നെ ആയിരിക്കത്തില്ലേ? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നോക്കുമ്പോ PQ ഈക്വൽ ടു QR ഈക്വൽ ടു RS ഈക്വൽ ടു എന്തെന്ന് കിട്ടുന്നു? PS അല്ലെങ്കിൽ SP. നാല് സൈഡും ഈക്വൽ ആയിട്ട് മാറി. എന്തായാലും നടുക്ക് കിട്ടിയിരിക്കുന്ന സാധനം പാരലോഗ്രാം ആണ് അല്ലെ? ക്വാഡ്രിലാറ്ററലിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന സാധനം എപ്പോഴും എന്താണ്? പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ നാല് സൈഡും ഈക്വൽ ആയിട്ട് മാറി. നാല് സൈഡും ഈക്വൽ ആണെങ്കിൽ ആ പാരലോഗ്രാമിനെ വിളിക്കുന്ന പേരെന്താ? റോംബസ് അഥവാ സമഭുജ സാമാന്തരികം. ഇപ്പൊ റെക്ടാംഗിളിനകത്താണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റോംബസ് കിട്ടും. ചതുരത്തിനകത്ത് വരച്ചാൽ നമുക്ക് സമഭുജ സാമാന്തരികം കിട്ടും. ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കാം. അതിന് ഞാൻ ഇവിടെ ABCD എന്ന് പറഞ്ഞ് ഒരു റോംബസ് വരച്ചിട്ടുണ്ട്. ABCD റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികം ആയതുകൊണ്ട് ഇതിന്റെ ഡയഗണൽ വരച്ചാൽ, ഓക്കെ നോക്കുക, ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ഒരു ഡയഗണൽ AC, അടുത്ത ഡയഗണൽ BD. ഈ ആംഗിൾ എത്രയായിരിക്കും? 90. ഈ ആംഗിളും എത്രയായിരിക്കും? 90. ഇതും 90 ആണ്, ഇതും 90 ആണ്. നമുക്കറിയാം ഡയഗണല് പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. ABയുടെ മിഡ് പോയിന്റ് P, BCയുടേത് Q, CDയുടേത് R, ADയുടേത് S. ജോയിൻ ചെയ്യുന്നു. P എന്ന് നേരെ Qയിലോട്ട് വരച്ചു,
ക്യൂയിൽ നിന്ന് നേരെ ആറിലോട്ട് വരച്ചു, ആറിൽ നിന്ന് എസിലോട്ട് വരച്ചു, എസിൽ നിന്ന് പിയിലോട്ട് വരച്ചു. ഈ ആംഗിൾ 90 ആകുമ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 90. അതുപോലെ ഇത് 90 ആണെങ്കിൽ ഇത് 90, ഇത് 90 ആകുമ്പോൾ ഈ ആംഗിൾ 90, ഈ ആംഗിളും എന്ത് കിട്ടും? 90. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ എസ് ഈക്വൽ ടു 90 ഡിഗ്രി. എല്ലാ ആംഗിളും ഈക്വൽ ആണ്. എത്രക്ക് ഈക്വൽ ആണ്? 90ക്ക് ഈക്വൽ ആണ്. നമുക്കറിയാം പി ക്യു ആർ എസ് ഒരു സാമാന്തരികം അല്ലെങ്കിൽ ഒരു പാരലോഗ്രാം ആണ്. അപ്പൊ പാരലോഗ്രാമിന്റെ എല്ലാ ആംഗിളും ഈക്വൽ ആവുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? റെക്ടാംഗിൾ ആയിട്ട് മാറും. അപ്പൊ റെക്ടാംഗിളിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? റോംബസ് ആയിരിക്കും. റോംബസിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററൽ റെക്ടാംഗിൾ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരും. ഓക്കെ, ഇത്രയും ആവുമ്പോ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് ഏത് ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം? പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ചാപ്റ്ററുമായിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.